A square pyramid of base edge 10 centimeter and height 12 centimeter. Base edge തന്നിട്ടുണ്ട്, ഹൈറ്റ് തന്നിട്ടുണ്ട് 12 സെന്റിമീറ്റർ 10. ബേസ് എഡ്ജ് 10 ആണ്. ഇസ് ടു ബി മെയ്ഡ് വിത്ത് പേപ്പർ. ഒരു പേപ്പർ കൊണ്ടാണ് ഇതിന്റെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഷുഡ് ബി ദ ഡിമെൻഷൻസ് ഓഫ് ദി ട്രയാങ്കിൾ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ട്രയാങ്കിൾ, മുകളിൽ വരുന്ന ആ ട്രയാങ്കിളിന്റെ ഡിമെൻഷൻസുകൾ, അളവുകളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ബേസ് എഡ്ജ് എത്രയാണ്? 10 മീറ്റർ. പിന്നെ തന്നിരിക്കുന്നത് എന്താ? ഹൈറ്റ് എത്രയാണ്? അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? ട്രയാങ്കിൾ. അപ്പൊ നമുക്കറിയാം ഒരു സ്ക്വയർ പിരമിഡിന്റെ ബേസ് എഡ്ജ് തന്നിട്ടുണ്ട്, ഹൈറ്റ് തന്നിട്ടുണ്ട്. ഹൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഹൈറ്റ് തന്നിട്ടുണ്ട്. നമുക്ക് കാണേണ്ടത് ഈ മേളിൽ തന്നിരിക്കുന്ന ട്രയാങ്കിൾ ഉണ്ടല്ലോ, ആ ട്രയാങ്കിളിന്റെ 3 സൈഡുമാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനകത്ത് ബേസ് എഡ്ജ് നമുക്കുണ്ട്. ബേസ് എഡ്ജ് എത്രയാണ്? 10. അപ്പൊ ഒരളവ് കിട്ടി. ഇനി അടുത്ത അളവ് ഏതാ? ഇതേതാ? എഡ്ജ് അല്ലേ? അപ്പൊ ഇതെന്താണ്? ലാറ്ററൽ എഡ്ജ് ആണ്. ഇത് എന്താണ്? ലാറ്ററൽ എഡ്ജ്. ഇത് ഒരു ലാറ്ററൽ എഡ്ജ് മാത്രം കണ്ടുപിടിച്ചാൽ മതി നമുക്ക്. ഇതാണ് നമ്മളുടെ പരിപാടി. ലാറ്ററൽ എഡ്ജ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് വേണം? ലാറ്ററൽ എഡ്ജ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് വേണം? സ്ലാന്റ് ഹൈറ്റ് വേണം. എന്ത് വേണം? സ്ലാന്റ്. അപ്പൊ 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഇതിനകത്ത്. 2 പേര് തമ്മിലുള്ള ബന്ധം. ഹൈറ്റ് കണ്ടുപിടിക്കാൻ ആരൊക്കെ വേണം? ഹൈറ്റും ബേസ് എഡ്ജും സ്ലാന്റ് ഹൈറ്റും വേണം. ഹൈറ്റ് വേണം, പിന്നെ ബേസ് എഡ്ജ് വേണം, പിന്നെ സ്ലാന്റ് ഹൈറ്റ് വേണം. ഇവര് 3 പേരുമാണ് ജോഡികൾ. ഇനി സ്ലാന്റ് ഹൈറ്റ് ആണ്. ഇവിടെ സ്ലാന്റ് ഹൈറ്റ് ഉണ്ട്, പിന്നെ എഡ്ജ് ഉണ്ട്, പിന്നെ ആരുണ്ട്? ബേസ് എഡ്ജ് ഉണ്ട്. കണ്ടോ? അപ്പൊ ഇവിടെ എഡ്ജ് കണ്ടുപിടിക്കണമെങ്കിൽ ആര് വേണം നമുക്ക്? സ്ലാന്റ് ഹൈറ്റ് വേണം. ബേസ് എഡ്ജ് ഉണ്ടല്ലോ, സ്ലാന്റ് ഹൈറ്റ് വേണം. സ്ലാന്റ് ഹൈറ്റ് ഉണ്ടോ? തന്നിട്ടില്ല. ഇനി അപ്പൊ സ്ലാന്റ് ഹൈറ്റ് കണ്ടുപിടിക്കാൻ ആരൊക്കെ വേണം? ഹൈറ്റും വേണം, ബേസ് എഡ്ജും വേണം. കണ്ടോ? ഇതാണ് ആ റൂട്ട്. കണ്ടല്ലോ? അപ്പൊ എഡ്ജ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. എഡ്ജ് കണ്ടുപിടിക്കാൻ നമുക്ക് ആര് വേണം? സ്ലാന്റ് ഹൈറ്റ് വേണം. ഇവരാണ് ജോഡികൾ. ഇത് രണ്ടും പഠിച്ചു വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. അപ്പോ സ്ലാന്റ് ഹൈറ്റ് കണ്ടുപിടിക്കുന്നത് ഇതിനകത്ത് നിന്ന് കണ്ടുപിടിക്കാം. ഹൈറ്റും ബേസ് എഡ്ജും കൂടി കണ്ടുപിടിക്കാം. അപ്പൊ എങ്ങനെയാ സ്ലാന്റ് ഹൈറ്റ് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞേ. സ്ലാന്റ് ഹൈറ്റ് കണ്ടുപിടിക്കുന്നത് ഇതല്ലേ സ്ലാന്റ് ഹൈറ്റ്. സ്ലാന്റ് ഹൈറ്റ് എവിടെയാ വരുന്നത്? ഓൾട്ടിറ്റ്യൂഡിലല്ലേ വരുന്നേ? അല്ലേ? സ്ലാന്റ് ഹൈറ്റ് ഓൾട്ടിറ്റ്യൂഡിലല്ലേ വരുന്നേ? അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? സ്ലാന്റ് ഹൈറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് പറ h സ്ക്വയർ പ്ലസ് a/2 ദ ഹോൾ സ്ക്വയർ. കണ്ടോ? h സ്ക്വയർ പ്ലസ് a/2 ദ ഹോൾ സ്ക്വയർ. ഈ ഹൈറ്റ് ഉൾപ്പെടുന്ന പറഞ്ഞാൽ ഏതാ? ഇങ്ങനെ വരും. ഇതേതാണ്? ഹൈറ്റ്. ഈ ഹൈറ്റ് കണ്ടോ? ഇതെന്താണ്? a/2 അല്ലേ? ഇതെന്താണ്? സ്ലാന്റ്. ഇതിൽ സ്ലാന്റ് ഹൈറ്റ് വന്നിരിക്കുന്നത് എവിടെയാ? ഹൈപ്പോട്ടീനിയസ് കണ്ടുപിടിക്കണം. രണ്ടും കൂടി എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അതാണ് ഇവിടെ ആഡ് ചെയ്തത്. അപ്പൊ എച്ചിന്റെ അളവ് എത്ര? 12 സ്ക്വയർ പ്ലസ് a/2 എന്ന് പറഞ്ഞാൽ 10ന്റെ പകുതി. 10ന്റെ പകുതി എത്ര? 5. 5ന്റെ സ്ക്വയർ. ഇനി 12ന്റെ സ്ക്വയർ എത്ര? 144. 5ന്റെ സ്ക്വയർ എത്ര? 25. രണ്ടും കൂടി കൂട്ടുമ്പോ എത്ര കിട്ടും? 169. റൂട്ട് 169 എത്രയാണ്? 13 സെന്റിമീറ്റർ. നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു? സ്ലാന്റ് ഹൈറ്റ് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത അളവ് ഏതാണ്? ലാറ്ററൽ എഡ്ജ്. എന്ത് കണ്ടുപിടിക്കണം? ലാറ്ററൽ എഡ്ജ് കണ്ടുപിടിക്കണം. ഇനി ലാറ്ററൽ എഡ്ജ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ? ആരുമായിട്ടാണ് ലാറ്ററൽ എഡ്ജ് കിടക്കുന്നത്? സ്ലാന്റ് ഹൈറ്റും ബേസ് എഡ്ജും പോരെ. അതിനാണ് നമുക്ക് കണ്ടുപിടിക്കാം. ലാറ്ററൽ എഡ്ജ് കണ്ടുപിടിക്കാൻ ഈസ് ഈക്വൽ ടു റൂട്ട് ആരൊക്കെ തമ്മിലാ? എൽ സ്ക്വയർ പ്ലസ് a/2 ദ ഹോൾ സ്ക്വയർ. ലാറ്ററൽ എഡ്ജ് കിടക്കുന്നത് ഇതാണ് ലാറ്ററൽ എഡ്ജിന്റെ അല്ലേ? അപ്പൊ ഒന്ന് പറഞ്ഞേ, എൽ എത്രയാണ്? 13ന്റെ സ്ക്വയർ പ്ലസ് a/2 എന്ന് പറഞ്ഞാൽ എത്ര? 5ന്റെ സ്ക്വയർ അല്ലേ? 13ന്റെ സ്ക്വയർ എത്ര? 169. 5ന്റെ സ്ക്വയർ എത്ര? 25. ആൻസർ എത്ര? 190. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എഡ്ജും കിട്ടി, 3 അളവും കിട്ടിയില്ലേ? പണി കഴിഞ്ഞു. ട്രയാങ്കിളിന്റെ 3 അളവുകളും ഏതൊക്കെയാണ്? ഒന്ന് 3 dimensions ഓഫ് triangle is equal to 10 centimeter, root 194 centimeter, root 194 centimeter. ഇതാണ് 3 അളവുകൾ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. In any square pyramid, the square of the height, slant height, lateral edge
6 അരിതമെറ്റിക് സീക്വൻസ്. സ്ലാൻഡ് ഒരു സ്ക്വയർ പിരമിഡിന്റെ സ്ലാൻഡ് ഹൈറ്റും ലാറ്ററൽ എഡ്ജും, ഹൈറ്റ്, സ്ലാൻഡ് ഹൈറ്റ്, ലാറ്ററൽ എഡ്ജ്, ഇതെല്ലാം അരിതമെറ്റിക് സീക്വൻസിലാണോ വരുന്നതെന്ന് പ്രൂവ് ചെയ്യണം. എക്സാമിന് ചോദിച്ചതാണ്. എന്തൊക്കെയാണ് കണ്ടുപിടിക്കാനുള്ളത്? ഹൈറ്റ്. അപ്പൊ ഹൈറ്റ്, പിന്നെന്താണ്? സ്ലാൻഡ് ഹൈറ്റ്, ലാറ്ററൽ എഡ്ജ്, ഇത്രയല്ലേ ഉള്ളു അല്ലേ? ഇത് മൂന്നും എന്താണെന്ന് തെളിയിക്കണം. അരിതമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ തെളിയിക്കണം. എല്ലിന്റെ ഇക്വേഷൻ പറ. റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് a/2 ദ ഹോൾ സ്ക്വയർ. ഈയുടെ ഇക്വേഷൻ പറ. റൂട്ട് എൽ സ്ക്വയർ പ്ലസ് a/2 ദ ഹോൾ സ്ക്വയർ. ഇനി ഇവിടെ ഈക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? എല്ല് കൊടുക്കുന്നു. അപ്പൊ എന്ത് വരും? ഇ സ്ക്വയർ ഇസ് ഈക്വൽസ് ടു എക്സ് സ്ക്വയർ പ്ലസ് a/2 ദ ഹോൾ സ്ക്വയർ. ഇവിടെ എല്ലിന് പകരം എല്ലിന്റെ ഈ ഇക്വേഷൻ എടുത്ത് കൊടുക്കുന്നു. എച്ച് സ്ക്വയർ പ്ലസ് a/2 ദ ഹോൾ സ്ക്വയർ പ്ലസ് a/2 ദ ഹോൾ സ്ക്വയർ. ബാക്കിയുള്ള a/2 ദ ഹോൾ സ്ക്വയറും കൊടുക്കും. ഇ വന്നിട്ടുണ്ട്, എച്ച് വന്നിട്ടുണ്ട്. എല്ലായിടത്തും കോമൺ ആയിട്ട് ആരുണ്ട്? a/2 ദ ഹോൾ സ്ക്വയർ ഇല്ലേ? കോമൺ ഡിഫറൻസ് അല്ലേ a/2 ദ ഹോൾ സ്ക്വയർ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? കോമൺ ഡിഫറൻസ് ഇവിടെ എന്താണ്? a/2 ദ ഹോൾ സ്ക്വയർ ആണ്. അങ്ങനെ ഒരു കോമൺ ഡിഫറൻസ് എല്ലാത്തിനും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ഇറ്റ് ഈസ് എ അരിതമെറ്റിക് സീക്വൻസ്. സംഭവം മനസ്സിലായോ?